മനുഷ്യൻ്റെ മനസ്സ് രണ്ട് വഴികളിലൂടെയാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. ഒന്ന് മോഹത്തിൻ്റെ വഴിയും മറ്റൊന്ന് സ്നേഹത്തിൻ്റെ വഴിയും. ഈ രണ്ട് വാക്കുകളും ഒരുപോലെ തോന്നിയാലും അവയുടെ അർത്ഥവും ലക്ഷ്യവും ഒരുപോലെയല്ല. മോഹം പറയുന്നത് നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരുമെന്നാണ്. പക്ഷേ സ്നേഹം പറയുന്നത് നിനക്ക് വേണ്ടതെല്ലാം ദൈവം തരുമെന്നാണ്. ഇവിടെയാണ് സ്നേഹത്തിൻ്റെയും മോഹത്തിൻ്റെയും വലിയ വ്യത്യാസം തുടങ്ങുന്നത്. മോഹമെന്നത് പലപ്പോഴും ആഗ്രഹത്തിൻ്റെ ഒരു തീപ്പൊരിയാണ്. അത് നമ്മളെ വേഗം ആകർഷിക്കും, വേഗത്തിൽ പിടിച്ചടക്കും. മോഹം പലപ്പോഴും പറയുന്നത് ഇതാണ്: നീ എൻ്റെ കൂടെ ഇരിക്കണം, നീ എൻ്റെ മാത്രമായിരിക്കണം, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കും. പക്ഷേ ആ വാക്കുകൾക്കുള്ളിൽ ചിലപ്പോൾ സ്വാർത്ഥത ഒരു ചെറിയ നിഴലായി ഒളിച്ചിരിക്കുന്നുണ്ടാവാം. കാരണം മോഹം പലപ്പോഴും സ്വന്തം സന്തോഷം മാത്രമാണ് അന്വേഷിക്കുന്നത്. അതിന് വേഗത കൂടുതലായിരിക്കും, പക്ഷേ പലപ്പോഴും അതിന് സ്ഥിരത കുറവായിരിക്കും. ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, സ്നേഹത്തിൻ്റെ വശം. സ്നേഹം അത്ര ശബ്ദത്തോടെ ആയിരിക്കില്ല സംസാരിക്കുക, അത് ശാന്തമായി മനസ്സിൽ വളരും. സ്നേഹം പറയുന്നത് ഇങ്ങനെയാണ്: നിനക്ക് നല്ലത് സംഭവിക്കണം, നിനക്ക് സന്തോഷം ലഭിക്കണം. അതിന് ഞാൻ കാരണമാകാതിരുന്നാലും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇതാണ് സ്നേഹത്തിൻ്റെ മഹത്വം. മോഹം പലപ്പോഴും എനിക്ക് നിന്നെ വേണം എന്ന് പറയും, പക്ഷെ സ്നേഹം നിനക്ക് നല്ലത് മാത്രമേ വരാവൂ എന്നാണ് പറയുന്നത്. മോഹം നമ്മളെ ഒരാളോട് അടുപ്പിക്കാം, പക്ഷേ ചിലപ്പോൾ അത് അവനെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം മാത്രമായിരിക്കാം. എന്നാൽ സ്നേഹം ഒരാളെ സ്വാതന്ത്ര്യത്തോടെ സന്തോഷവാനായി കാണുവാനുള്ള മനസ്സ് നൽകും. ഒരു ചെറിയ ഉദാഹരണം നോക്കാം. ഒരു പൂവ് നമ്മൾ കാണുമ്പോൾ അത് വളരെ മനോഹരമാണ് എന്ന് തോന്നിയാൽ മോഹം പറയുന്നത് ഈ പൂവ് ഞാൻ പറിച്ച് എൻ്റെ കയ്യിൽ വെക്കണം. പക്ഷേ സ്നേഹം പറയുന്നത് ഈ പൂവ് ഇവിടെ തന്നെ നിൽക്കട്ടെ, കാരണം ഇതിൻ്റെ സൗന്ദര്യം എല്ലാവരും കാണണം. അതാണ് അതിൻ്റെ വ്യത്യാസം. മോഹം നേടാൻ ശ്രമിക്കുന്നു, സ്നേഹം അത് നൽകാൻ പഠിപ്പിക്കുന്നു. മോഹം പലപ്പോഴും കാലത്തിനൊപ്പം മങ്ങിപ്പോകും, പക്ഷേ സ്നേഹം കാലം കടന്നാലും കൂടുതൽ ആഴമാകും. അതുകൊണ്ടാണ് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യം: ഇത് മോഹമാണോ അതോ സ്നേഹമാണോ? കാരണം മോഹം നമ്മളെ ചിലപ്പോൾ വേദനയിലേക്ക് കൊണ്ടുപോകും, പക്ഷേ സ്നേഹം നമ്മളെ എപ്പോഴും മനസ്സിൻ്റെ സമാധാനത്തിലേക്ക് നയിക്കും. മോഹം വാഗ്ദാനങ്ങൾ നൽകും, സ്നേഹം പ്രാർത്ഥന നൽകും. മോഹം പറയും നിനക്ക് എല്ലാം ഞാൻ തരും. ദൈവം പറയും ദൈവം നിനക്ക് അതിലും നല്ലത് ഭഗവാൻ തരും എന്ന്.